നബിദിനത്തിൽ ചെറിയ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിച്ചു പറയാവുന്ന നബി സന്ദേശവും ഗുണപാഠവും അടങ്ങുന്ന മാനും പ്രവാചകനും എന്ന കഥയാണിത്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. കഥയുടെ പേരാണ് മാനും പ്രവാചകനും. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ കാട്ടിൽ നിന്ന് ഒരു മാനിനെ പിടിച്ച് തൻ്റെ കൂടാരത്തിനു മുന്നിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടു. ഈ വഴി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോകുമ്പോൾ കെട്ടിയിട്ട മാൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട് മനുഷ്യ ശബ്ദത്തിൽ പ്രവാചകനോട് സംസാരിക്കാൻ തുടങ്ങി. മാൻ പ്രവാചകനെ കണ്ടപ്പോൾ ഇപ്രകാരം അപേക്ഷിച്ചു: അള്ളാഹുവിൻ്റെ റസൂലേ, കാട്ടിൽ എൻ്റെ 2 ചെറിയ കുഞ്ഞുങ്ങൾ വിശന്നു കരയുന്നുണ്ടാകും. എനിക്ക് അവരെ പാലൂട്ടി തിരികെ വരാൻ അനുവാദം നൽകിയാലും ഞാൻ ഉറപ്പായും തിരികെ വന്ന് ഈ കയറിൽ തന്നെ നിൽക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു: നീ വാക്ക് പാലിച്ച് തിരികെ വരുമോ? മാൻ പറഞ്ഞു: അള്ളാഹുവാണേ സത്യം, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പാലൂട്ടി ഉടൻ തന്നെ മടങ്ങിയെത്തും. തുടർന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാനിനു വേണ്ടി ജാമ്യം നിൽക്കുകയും അതിൻ്റെ കെട്ടഴിച്ചു വിടുകയും ചെയ്തു. കാട്ടിലേക്ക് ഓടിയെത്തിയ മാൻ തൻ്റെ കുഞ്ഞുങ്ങളെ പാലൂട്ടിയ ശേഷം പ്രവാചകനോട് കൊടുത്ത വാക്കിനെക്കുറിച്ച് അവരോട് പറഞ്ഞു. കുഞ്ഞുങ്ങൾ വേഗത്തിൽ അമ്മയെ പ്രവാചകൻ്റെ അടുത്തേക്ക് യാത്രയാക്കി. മാൻ പറഞ്ഞ വാക്ക് പാലിച്ച് ഒട്ടും വൈകാതെ പ്രവാചകൻ്റെ മുന്നിൽ തിരികെ എത്തി സ്വയം കഴുത്ത് കാണിച്ചു. ഈ സമയം അവിടെ എത്തിയ വേട്ടക്കാരൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മാനിന് ജാമ്യം നിന്ന് കാത്തു നിൽക്കുന്നതും മൃഗമായ മാൻ കൊടുത്ത വാക്ക് പാലിച്ച് തിരികെ വന്നതും കണ്ടു. പ്രവാചകൻ്റെ കരുണയും സന്മനസ്സും കണ്ട വേട്ടക്കാരൻ അത്ഭുതപ്പെടുകയും അത്യധികം പശ്ചാത്തപിക്കുകയും ചെയ്തു. ഉടൻ തന്നെ വേട്ടക്കാരൻ ആ മാനിനെ പൂർണ്ണമായി സ്വതന്ത്രയാക്കി കാട്ടിലേക്ക് അയക്കുകയും പ്രവാചകൻ്റെ സത്യസന്ധതയിലും കാരുണ്യത്തിലും ആകൃഷ്ടനായി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വചരാചരങ്ങൾക്കും അനുഗ്രഹമായാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നബിചര്യകൾ ജീവിതത്തിൽ പകർത്താനും നല്ല മനുഷ്യരായി ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.